PSC എക്സ്പേർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജിയോഗ്രഫി PYQ സീരീസ് ആണ് നോക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഹിമാലയത്തിലെ ഡിവിഷനുകളും നദികളും. പഞ്ചാബ് ഹിമാലയം ഇൻഡസ് മുതൽ സത്ലജ് വരെയാണ്. കുമോൺ ഹിമാലയം സത്ലജ് മുതൽ കാളി വരെയും. നേപ്പാൾ ഹിമാലയം കാളി മുതൽ ടീസ്റ്റ വരെയും. അസം ഹിമാലയം ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര വരെയുമാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഫാക്ട്സ് ആണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻസ് എവിടുന്നാണ് വരുന്നത് എന്നത്. കാറ്റിൻ്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? താഴെ കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. 1, 2, 3 മൂന്നും കാറ്റിൻ്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങളാണ്. മർദ്ദവ്യത്യാസങ്ങൾ, കോറിയോലിസ് എഫക്റ്റ്, ഘർഷണം, ഇതെല്ലാം കാറ്റിൻ്റെ ഗതിയെയും ദിശയെയും ബാധിക്കുന്നുണ്ട്. മർദ്ദവ്യത്യാസം, കോറിയോലിസ് എഫക്റ്റ്, ഘർഷണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അതിരുകളിൽ സംഭവിക്കുന്നു. ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഒത്തുചേർന്ന ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അതിരുകളുടെ സമുദ്രഫലകങ്ങൾ സബ്ഡക്ഷന് വിധേയമാകുന്നു. അതും ശരിയാണ്. ഒത്തുചേരുന്ന ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അതിരുകളുടെ സമുദ്രഫലകങ്ങൾ സബ്ഡക്ഷന് വിധേയമാകുന്നു. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന ചുവന്ന രേഖകൾ ഏതാണ്? ഈസ്റ്റിങ്സ് ആണ്. വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്നത് ഈസ്റ്റിങ്സ് ആണ്. ലോയസ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത് കാറ്റാണ്. രണ്ട് വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം എത്രയാണ്? 12 മണിക്കൂർ 25 മിനിറ്റാണ്. രണ്ട് വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം 12 മണിക്കൂർ 25 മിനിറ്റ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയർ ആണ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയർ. മാർബിൾ ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ്? കായാന്തരിത ശില. ബെറിങ് കടലിടുക്ക് വഴി തെക്കോട്ടൊഴുകുന്ന സമുദ്രജല പ്രവാഹം ഒയാഷിയോ സമുദ്രജല പ്രവാഹമാണ്. ബെറിങ് കടലിടുക്ക് വഴി തെക്കോട്ടൊഴുകുന്ന സമുദ്രജല പ്രവാഹം ഒയാഷിയോ. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. പ്രസ്താവന എ. ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമപാദങ്ങൾ കൂടുതൽ ശക്തിയുള്ളതും അക്രമാസക്തവുമാണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാതങ്ങൾ ഉരയാത്ത സമുദ്രപ്രതലത്തിലൂടെ ചരിക്കുന്നു. രണ്ട് പ്രസ്താവനയും ശരിയാണ്. പ്രസ്താവന ബി പ്രസ്താവന എയെ വിശദീകരിക്കുകയാണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാതങ്ങൾ കൂടുതൽ ശക്തിയുള്ളതും അക്രമാസക്തവുമാണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാതങ്ങൾ ഉരയാത്ത സമുദ്രപ്രതലത്തിലൂടെ ചരിക്കുന്നു. രണ്ടും ശരിയാണ്. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരത്താണ് അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് നൂൽപ്പുഴയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തര മഹാസമതലം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി ലൂണിയാണ്. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി പരുത്തി കൃഷിയാണ്. കറുത്ത മണ്ണിൽ ധാരാളമായിട്ട് ചെയ്യുന്നത് കറുത്ത മണ്ണാണ്. റിഗർ എന്നും അറിയപ്പെടുന്നത്. കറുത്ത മണ്ണിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻറാം ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. ഇതൊക്കെ ഇനിയും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത എക്സാമിൽ പോകുന്നവർക്ക്. ഇന്ത്യയിലെ ഭൗമതാപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം മണികരണാണ്. ഭൗമതാപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണികരണിലാണ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്.
ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരമാണ്. ശ്രീനഗർ ടു കാർഗിൽ, സോജില. ഇതൊക്കെ ഒരു 1000 പ്രാവശ്യമെങ്കിലും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? എത്ര പ്രാവശ്യം PSC ചോദിച്ചു? ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഖാരിഫാണ്. ഖാരിഫ് ജൂൺ മുതൽ നവംബർ വരെ. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത നാഷണൽ വാട്ടർവേ 2 ആണ്. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെ നീണ്ടുകിടക്കുന്നത്. പാർലാൻഡ്സ് എന്തിൻ്റെ സ്വഭാവ സവിശേഷതയാണ്? ഛോട്ടാ നാഗ്പൂർ പ്രവിശ്യയിലാണ് പാർലാൻഡ്സ് ഉള്ളത്. പാർലാൻഡ്സ് എന്തിൻ്റെ സ്വഭാവ സവിശേഷതയാണ്? ഛോട്ടാ നാഗ്പൂർ പ്രവിശ്യ. ഇസോഹോ ലൈൻസ് എന്നാൽ ഒരേപോലുള്ള ലവണാംശമുള്ളതിനെ ബന്ധിപ്പിക്കുന്ന വരകളാണ്. ഇസഹോ ലൈൻസ് ഒരേ പോലുള്ള ലവണാംശത്തിനെ ബന്ധിപ്പിക്കുന്ന വരകളാണ്. ഇസോഹ ലൈൻസ്. പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്. പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെന്റ് ആണ്. ഒരു എസ്കാർപ്മെന്റ് ആണ് പശ്ചിമഘട്ടം. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കബനി. കബനി, ഭവാനി, പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദികൾ. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ചിന്നാർ. ചിന്നർ വന്യജീവി സങ്കേതമാണ്. തട്ടേക്കാട്, ചൂലന്നൂർ, മംഗളവനം എല്ലാം പക്ഷി സങ്കേതങ്ങളാണ്. ഭാരതപ്പുഴയുടെ ഉദ്ഭവസ്ഥാനം ആനമല നിരയിലെ പോത്തന്നൂരിനടുത്താണ് ഭാരതപ്പുഴ ഉദ്ഭവിക്കുന്നത്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏതു ജില്ലയിലാണ്? കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയെക്കുറിച്ചിട്ട് മൊത്തം ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. സൗരോർജം, ജൈവവാതകവും സൗരോർജവും, കാറ്റിൽ നിന്നുള്ള ഊർജം, ഇതെല്ലാം പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ തന്നെയാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ എല്ലാം ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ്. കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം മംഗളവനമാണ്. മംഗളവനം. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനം. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ മറയൂർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? എറണാകുളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയിലാണ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാമാണ്? അലൂമിനിയവും സിലിക്കയുമാണ് ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ ധാതുക്കൾ. അലൂമിനിയം ആൻഡ് സിലിക്ക. താഴെ തന്നിരിക്കുന്ന അവസാദ ശിലയ്ക്ക് ഉദാഹരണം അല്ലാത്തത്? ബസാൾട്ട്. ബസാൾട്ട് ഒരു ആഗ്നേയശിലയല്ലേ? മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല് അതെല്ലാം അവസാദശിലകളാണ്. ഓക്കെ. താഴെ തന്നിരിക്കുന്നവയിൽ മടക്കുപർവ്വത നിരയ്ക്ക് ഉദാഹരണം? അറ്റ്ലസ് ആൻഡ് ആൽപ്സ്.
കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് മലവെള്ളപ്പാച്ചിൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം UP ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം. 1,00,000-ലധികവും 10 ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്നത് നഗരം എന്നാണ്. 1,00,000-ലധികവും 10 ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങളെ അറിയപ്പെടും നഗരം എന്നാണ്. മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായന രേഖയാണ്, 23 ഡിഗ്രി നോർത്ത്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത NH-44 ആണ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത NH-44. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല കൊങ്കൺ റെയിൽവേ ആണ്. മംഗലാപുരത്ത് ടു മുംബൈ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട റെയിൽവേ ശൃംഖലയാണ് നമ്മൾ കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത്. കേരളത്തിൽ കാർഷിക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട തടാകം. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ്. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. താഴെ തന്നിരിക്കുന്ന ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ലഡാക്ക്, സസ്കർ ഒക്കെയാണ് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത്. ലഡാക്ക്, സസ്കർ. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദി കാവേരി നദിയാണ്. ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉദ്ഭവിക്കുന്നത് കാവേരി. ശരിയായ പ്രസ്താവന ഏത്? 1ഉം 2ഉം ശരിയാണ്. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്ന് അറിയപ്പെടുന്നു. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. അത് 2ഉം ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് മുംബൈ. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതാണ്? ഇന്ദിരാഗാന്ധി കനാലാണ് ഏറ്റവും വലിയ ജലസേചന കനാൽ. പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് മഹാരാഷ്ട്രയാണ്. ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? സിവാലിക് ആണ്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് അങ്ങനെയാണ് ഹിമാലയത്തിൻ്റെ ഭാഗങ്ങൾ വരുന്നത്. അതിൽ ഏറ്റവും തെക്കായി വരുന്നത് ഏതാണ്? സിവാലിക് ആണ്. ഏറ്റവും വടക്കായിട്ട് വരുന്നത് ഹിമാദ്രിയാണ്. നടുക്ക് ഹിമാചൽ. ഇന്ത്യയിൽ ആദ്യമായി തിരമാലയിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് തിരമാലയിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള പ്ലാന്റ് വിഴിഞ്ഞത്താണ്. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ബംഗ്ലാദേശുമായിട്ടാണ് ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പശ്ചിമ ബംഗാൾ പങ്കുവയ്ക്കുന്നത്. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം നാഗ്പൂർ ആണ്. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായിട്ടുള്ള നഗരം നാഗ്പൂർ. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 1 ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് കോട്ടയത്താണ്. ശരിയാണ്. 2 HMT ലിമിറ്റഡ് എറണാകുളമാണ്. അത് 2ഉം ശരിയാണ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് കോട്ടയവും HMT ലിമിറ്റഡ് എറണാകുളവും.
താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി നദിയിലാണ്, ശരിയാണ്. ശബരിഗിരി ജലവൈദ്യുതി പദ്ധതി പമ്പാ നദിയിലാണ്, ശരിയാണ്. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല കാസർഗോഡ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏത്? പാമ്പാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി. ഒരുപാട് പ്രാവശ്യം ചോദിച്ചു അല്ലേ, ഇപ്പോഴും നമ്മൾ വായിക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? തീരപ്രദേശമാണ് നെയ്തൽ എന്നറിയപ്പെടുന്നത്. കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അട്ടപ്പാടി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു? ഉഷ്ണകാലത്താണ് വരണ്ട ഉഷ്ണക്കാറ്റായിട്ടുള്ള ലൂ അനുഭവപ്പെടുന്നത്. നാഷണൽ വാട്ടർവേ 1 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഹാൽദിയ ടു അലഹാബാദ്. ഹാൽദിയ മുതൽ അലഹാബാദ് വരെയാണ് ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത്. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം എന്താണ്? ഇലപൊഴിയും കാടുകളാണ് നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം. ഇലപൊഴിയും കാടുകൾ. തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത്? തെറ്റ് പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ് എന്നതാണ്. ഹിമാലയ ഏരിയയിലല്ല പരുത്തി കൃഷി ചെയ്യുന്നത്, ഉപദ്വീപീയ ഏരിയയിലേക്കാണ്. ഏറ്റവും കൂടുതൽ പരുത്തി കൃഷി നമ്മുടെ ഗുജറാത്ത് ഏരിയയിലൊക്കെയാണ് വരുന്നത്. കുങ്കുമപ്പൂ, ഉരുളക്കിഴങ്ങ്, ബാർലി അതെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ ഫലവർഗ്ഗങ്ങളും തേയില കൃഷിയുമെല്ലാം ചെറിയ രീതിയിൽ ഹിമാലയ ഏരിയാസിൽ വരുന്നുണ്ട്. ആസാമിലൊക്കെ വരുന്നുണ്ടല്ലോ. ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഡക്കാൻ പീഠഭൂമിക്കാണ് ഏറ്റവും വലിപ്പം കൂടിയ പീഠഭൂമി. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ്. അതൊരു റാബി വിളയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഗോതമ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം? കിഴക്കൻ തീരസമതലത്തിലാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്നത്. തഞ്ചാവൂർ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? തഞ്ചാവൂര്. കാവേരിയുടെ തീരത്താണ് തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നത്. ലിപ്ലുഗ് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയുമാണ്. ലിപ്പു ലേക്ക് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡ് ടു ടിബറ്റാണ്. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നത് ഏതൊക്കെയാണ്? 1, 3, 4 അറബിക്കടലിൽ പതിക്കുന്നു. സിന്ധു നദി, നർമ്മദ നദി, പെരിയാർ. മഹാനദി നമുക്കറിയാം, ഒഡീഷയിലെ ആ ഭാഗത്തുള്ള നദിയാണ്. അപ്പോൾ അത് വെസ്റ്റ് ബംഗാൾ ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. കേരളത്തിലെ നദികളും അവയുടെ ഉദ്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്തുക. പമ്പ പുളിച്ചിമലയിൽ നിന്നും ഉദ്ഭവിക്കുന്നു. ചാലക്കുടി പുഴ ആനമലയിൽ നിന്നും. പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു. ശരിയായത്. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗോവയിലൂടെ കടന്നു പോകുന്നുണ്ട്. കർണാടകം, കേരളം എല്ലാം കടന്നു പോകുന്നുണ്ട്. മഹാരാഷ്ട്ര വരെ നമ്മുടെ പശ്ചിമഘട്ടമുണ്ട്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂർ ജില്ലയിലാണ്. ശരിയാണ്. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ്. അതും ശരിയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനിയും എക്സാംസിൽ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്.
ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.